മാപ്പില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ. നില മെച്ചപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. സർക്കാർ ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ ബോർഡ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുട്ടിയുടെ ശ്വാസോച്ഛ്വാസവും രക്തചംക്രമണവും നടക്കുന്നത്. ചികിത്സ തുടങ്ങി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പുരോഗതിയില്ല. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുമില്ല. മസ്തിഷ്ക മരണം സംഭവിച്ചതായി കുട്ടി ചികിത്സയിൽ കഴിയുന്ന കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ക്ലിനിക്കലി ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രെയിൻ ഡെഡ്, തലച്ചോറിന്റെ മരണം സംഭവിച്ചു എന്ന് പറയേണ്ടി വരുന്നു. 48 മണിക്കൂർ കൊണ്ട് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഈ തലച്ചോറിന്റെ മരണം സ്ഥിരീകരിക്കാൻ കുറേ നിയമ നടപടികൾ വേണ്ടി സർക്കാർ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ ബോർഡ് ചേർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കും. തലച്ചോറിലെ രക്തസ്രാവം തടയാൻ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. 2 നാൾ തുടർച്ചയായി ചികിത്സ നടത്തിയിട്ടും കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവുമില്ല. ഇനി ബന്ധുക്കളെ അറിയിച്ച ശേഷം വെന്റിലേറ്റർ നീക്കം ചെയ്യും. കോലഞ്ചേരിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ രോഷാകുലരായി നാട്ടുകാർ. പ്രതിക്കെതിരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും ഉണ്ടായി. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ എത്തിച്ചത്. കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് പ്രതിയുടെ മൊഴി. തൊടുപുഴയിലെ കുമാരമംഗലത്തുള്ള വാടക വീട്ടിലാണ് അരുണിനെ തെളിവെടുപ്പിനെത്തിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടിന് സമീപത്ത് തടിച്ചുകൂടി. രോഷാകുലരായ നാട്ടുകാർ അരുണിനെ അസഭ്യം പറഞ്ഞു. കയ്യേറ്റ ശ്രമവും ഉണ്ടായി. അരുണുമായി കൃത്യം നടന്ന മുറിയിൽ തെളിവെടുപ്പ് നടത്തി. കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് അരുണിന്റെ വാദം. മദ്യലഹരിയിലായിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചു. ക്രിമിനൽ വാസനയുള്ള ഇയാളുടെ മൊഴി കള്ളമാണെന്നാണ് പോലീസിന്റെ നിഗമനം. തെളിവെടുപ്പ് 15 മിനിറ്റിലധികം നീണ്ടുനിന്നു. അതിനുശേഷം അരുണിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി. 2 ദിവസമായി കസ്റ്റഡിയിലുള്ള അരുണിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് രേഖപ്പെടുത്തിയത്. വധശ്രമം, കുട്ടികൾക്കെതിരായ അതിക്രമം, ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് അരുണിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൃത്യത്തിലെ പങ്കറിയാൻ വീണ്ടും കുട്ടിയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് 18 തൊടുപുഴ. കോട്ടയത്ത് നിന്നുള്ള മെഡിക്കൽ ബോർഡ് സംഘം അല്പസമയത്തിനകം കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തും. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഈ മെഡിക്കൽ ബോർഡ്, സർക്കാർ ഡോക്ടർമാരടക്കം അടങ്ങുന്ന മെഡിക്കൽ ബോർഡ് സംഘം എത്തി വിലയിരുത്തലുകൾക്കനുസരിച്ചായിരിക്കുമോ തുടർ നടപടികൾ? ശരത്ത്, കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വിശദമായ പരിശോധന അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള നിരീക്ഷണം നടത്തണമെന്ന് ആരോഗ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും കുട്ടികളുടെ വിദഗ്ധനും ആയ ഡോക്ടറും അടങ്ങുന്ന 3 പേരടങ്ങുന്ന സംഘം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കുട്ടിയുടെ നില ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല എന്ന സന്ദേശം കോലഞ്ചേരി ഡോക്ടർമാർ ഇവർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ നൽകിയാലും കാര്യങ്ങൾ മെച്ചപ്പെടില്ല എന്നും ഇവർ അറിയിച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച കാര്യവും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ എത്തിയ ശേഷം ഇവിടെ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ആശയവിനിമയം നടക്കും. മെഡിക്കൽ രേഖകൾ പരിശോധിക്കും. ഇതിനുശേഷമാവും ഒരുപക്ഷെ വെന്റിലേറ്റർ നീക്കം ചെയ്യണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. നേരത്തെ ഇവിടുത്തെ ഡോക്ടർമാരും അറിയിച്ചത് ഇത്തരത്തിലൊരു മെഡിക്കൽ ബോർഡ്, സർക്കാർ ഡോക്ടർമാരടങ്ങുന്ന സംഘം എത്തി ആശയവിനിമയം നടത്തിയ ശേഷമാവും അനന്തര നടപടികൾ കൈക്കൊള്ളുക എന്നാണ്. എന്തായാലും പ്രതീക്ഷാ നിർഭരമായ ഒരു വാർത്തയും നമുക്ക് ഇവിടുന്ന് ഇന്ന് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശരത്. ശരി അനീഷ്. കൊല്ലം പൂയപ്പള്ളിയിൽ യുവതി മരിച്ചത് പട്ടിണിക്കിട്ടതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിക്കുമ്പോൾ അസ്ഥികൂടം പോലെ ചുരുങ്ങിയ യുവതിക്ക് 20 കിലോഗ്രാം മാത്രം ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കോടതി റിമാൻഡ് ചെയ്തു. മാർച്ച് 21 രാത്രിയാണ് കരുനാഗപ്പള്ളി അയനിവേലിക്കകത്ത് സ്വദേശിയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27-കാരിയായ തുഷാര മരിക്കുമ്പോൾ 20 കിലോഗ്രാം മാത്രമായിരുന്നു ശരീരഭാരം. ശരീരം അസ്ഥികൂടം മാത്രമായി ചുരുങ്ങി. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയുമായിരുന്നു ഭർത്താവും അമ്മായിയമ്മയും തുഷാരയ്ക്ക് നൽകിയ ഭക്ഷണം. ആഹാരം ലഭിക്കാത്തതും ശാരീരികവും മാനസികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഭർത്താവിനെയും അമ്മായിയമ്മയെയും പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂയപ്പള്ളി ചെങ്കുളം പറണ്ടോട് ചരുവിള വീട്ടിൽ ഗീതാലാൽ, മകൻ ചന്തുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി. മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത ഇരുവരെയും കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി.
1 വർഷമായി മകളെ കാണാൻ ഭർത്തൃവീട്ടുകാർ അനുവദിച്ചില്ലെന്ന് തുഷാരയുടെ അമ്മ വിജയലക്ഷ്മി പറഞ്ഞു. മകളെ ഉപദ്രവിക്കുമെന്ന ഭയത്താലാണ് പരാതി നൽകാതിരുന്നതെന്നും തുഷാരയുടെ അമ്മ പറയുന്നു. നിങ്ങളാരും ശ്രമിക്കരുത്, എനിക്കിവിടെ സുഖം, നിങ്ങളാരും ഇങ്ങോട്ട് വരികയും പോവുകയും വേണ്ട എന്ന് എൻ്റെ മകളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണെന്ന് ഇപ്പോഴാണ് നമ്മളറിയുന്നത്. നമ്മളും വിചാരിച്ച് നമ്മളായിട്ട് ഞങ്ങൾ കുഞ്ഞിനെ കുടുംബജീവിതത്തിനൊരു കോട്ടം നട്ടുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അനങ്ങാതിരുന്നത് നമ്മളറിയില്ല ഈ കൊലവാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത്. 3 വർഷം മുൻപായിരുന്നു തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം. സ്ത്രീധന തുകയിൽ 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടായിരുന്നു ഭർത്തൃവീട്ടിലെ പീഡനം. തുക നൽകാതിരുന്നതിനെ തുടർന്ന് ഭർത്താവും അമ്മായിയമ്മയും ചേർന്ന് തുഷാരയെ പട്ടിണിക്കിടുകയായിരുന്നുവെന്നാണ് പൂയപ്പള്ളി പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊല്ലം. രാഹുൽ ഗാന്ധി വയനാട്ടിലും പ്രിയങ്ക ഗാന്ധി വാരാണസിയിലും മത്സരിക്കുന്നത് കോൺഗ്രസ് പരിഗണിക്കുകയാണ്. പ്രിയങ്കയെ ഇറക്കിയാൽ രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം ഒഴിവാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് സജീവ പരിഗണനയിലെത്തുന്നത്. ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് അന്തിമ തീരുമാനമുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചകൾ. രാഹുലിനെ വയനാട്ടിലേക്ക് സജീവമായി പരിഗണിക്കുന്നതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മോഡിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് ആലോചനയിൽ. അമേത്തിയിൽ BJPയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം മറികടക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് പ്രിയങ്ക. പ്രിയങ്ക മത്സരരംഗത്തിറങ്ങുന്നതോടെ BJP സമ്മർദ്ദത്തിലാകുമെന്നും മോഡിയെ വാരാണസിയിൽ തളച്ചിടാമെന്നുമാണ് പ്രതീക്ഷ. അതേസമയം രാഹുലിന്റെ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് വീണ്ടും സജീവമാകാൻ കാരണം. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ബീദറിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചത് 92,000-ൽ പരം വോട്ടുകൾക്കാണ്. സിറ്റിംഗ് സീറ്റായ ചിക്കോടിയിൽ 3,000 ഭൂരിപക്ഷം. NCP JDS വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ രാഹുലിന് വിജയിക്കാനാകൂ എന്നതാണ് അവസ്ഥ. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും സമ്മർദ്ദം ശക്തമായതിനാൽ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുലിന്റെ തീരുമാനമുണ്ടാകും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വയനാട് സീറ്റിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ പരസ്യ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. നിലവിലെ സാഹചര്യം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും തീരുമാനം പെട്ടെന്ന് വേണമെന്നും ഹൈദരലി തങ്ങൾ AICC നേതൃത്വത്തെ അറിയിച്ചു. രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് ചെന്നിത്തല ആവർത്തിച്ചു. വയനാട്ടിലെ അനിശ്ചിതത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പരസ്യ പ്രതിഷേധമുയർത്തുന്നത്. പാണക്കാട് ചേർന്ന അടിയന്തര ലീഗ് നേതൃയോഗം സാഹചര്യങ്ങൾ വിലയിരുത്തി. UDFന് വൻ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലത്തിലെ നിലവിലെ അവസ്ഥ ദയനീയമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. വയനാട്ടിലെ അനിശ്ചിതത്വം മറ്റു ചില മണ്ഡലങ്ങളെയും ബാധിച്ചു തുടങ്ങി. രാഹുലിന്റെ വരവിനെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്തുവരുന്നതും സാഹചര്യം മോശമാക്കുന്നു. ലീഗ് പ്രതിഷേധം AICC നേതൃത്വത്തെ അറിയിച്ചതായി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ നീണ്ടുപോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ യോഗം ചേർന്ന് അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരസ്യ പ്രതികരണം. എന്നാൽ രാഹുൽ ഗാന്ധി വരുമെന്നതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ഇതുവരെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കുക, പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെയും എൻ്റെ പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വയനാട് മത്സരിക്കരുതെന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കണം. BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൻ്റെ സന്ദേശം എന്താണെന്നാണ് CPM ചോദിച്ചത്. ഇക്കാര്യത്തിൽ മറ്റ് അന്തർധാരകളൊന്നുമില്ലെന്നും MA ബേബി ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എവിടെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ടയല്ല. വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല, അന്തർനാടകങ്ങളല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അന്തർനാടകങ്ങളും അന്തർധാരയും ഒന്നാണ്. അതൊന്നുമല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയും. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ വിളിച്ചറിയിച്ചു എന്നൊരാക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം. ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു, എന്നാൽ CPMന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നത് പറയാമല്ലോ. ലെറ്റ് us hear it from the horse's mouth. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണർവുണ്ടാവുമെങ്കിൽ
രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉണർവുണ്ടാവണ്ടേ കഴിഞ്ഞ തവണയെല്ലാം? MA ബേബിയുടെ അഭിമുഖം ഉൾക്കൊള്ളുന്ന വരികൾക്കിടയിൽ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം. നാളെ രാവിലെ 9-നും രാത്രി 9-നും. സംസ്ഥാനത്ത് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥികളിൽ C ദിവാകരനും A സമ്പത്തും തിരുവനന്തപുരത്ത് പത്രിക സമർപ്പിച്ചു. P രാജീവും ഇന്നസെന്റും എറണാകുളത്തും AM ആരിഫ് ആലപ്പുഴയിലുമാണ് പത്രിക സമർപ്പിച്ചത്. PK ബിജു പാലക്കാട്ടും A പ്രദീപ് കുമാർ കോഴിക്കോട്ടും പത്രിക നൽകി. PP സുനീർ വയനാട്ടിലും PK ശ്രീമതി കണ്ണൂരും KP സതീഷ് ചന്ദ്രൻ കാസർഗോട്ടും ഭരണാധികാരികളായ ജില്ലാ കളക്ടർമാർക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥികളായ MK രാഘവൻ കോഴിക്കോടും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലും പത്രിക സമർപ്പിച്ചു. വെന്തുരുകി കേരളം. നാല് ദിവസം കൂടി കനത്ത ചൂട് അനുഭവപ്പെടും. സൂര്യാതപ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരും. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് 3 ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇതുവരെ വേനൽ മഴയിൽ 51% കുറവാണ് ഉണ്ടായത്. ഏപ്രിൽ 3 വരെ കനത്ത ചൂട് തുടരും. ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ വേനൽ മഴ ലഭിച്ചത് ആശ്വാസമായി. താപനിലയിൽ ചെറിയ കുറവുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയതിനാൽ ചൂടിന് ശമനമില്ല. വയനാട് ഒഴികെ 13 ജില്ലകളിലും ശരാശരിയേക്കാൾ കൂടുതലാണ് താപനില. നാളെ വരെ ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരും. പാലക്കാട് 40 ഡിഗ്രിയിൽ തുടർന്ന താപനില ഇന്നലെ 38.9 ഡിഗ്രിയായി കുറഞ്ഞു. പുനലൂരിൽ 38 ഡിഗ്രിയായിരുന്നു താപനില. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. 4000-ലധികം കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ചു. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വിലയിരുത്തുന്നുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. ട്രാഫിക് പോലീസുകാർ ഡ്യൂട്ടി സമയത്ത് കൂടുപയോഗിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അടുത്ത 3 ദിവസം മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് 37 വളർത്തുമൃഗങ്ങൾ ചത്തു. മൃഗങ്ങൾക്ക് പുറമെ 100 കണക്കിന് കോഴികളും ചത്തതായി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കി. വളർത്തുമൃഗങ്ങളെ പകൽ സമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുതെന്ന മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെടാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് പ്രകാരം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 22 പശു, 3 പോത്ത്, 4 ആട്, 8 വളർത്തുനായ എന്നിവയാണ് സൂര്യാഘാതമേറ്റ് ചത്തത്. ഇതിനു പുറമെ വിവിധയിടങ്ങളിലായി 220 കോഴികളും ചൂടിന്റെ കാഠിന്യത്തിൽ ചത്തതായി അധികൃതർ വ്യക്തമാക്കി. മൃഗപരിപാലനത്തിലേർപ്പെട്ടവർ ഏറെ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. പാലക്കാട് ജില്ല തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അനിമൽസ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ഇതുവരെ എല്ലാം കോൺസെൻട്രേറ്റ്. പക്ഷേ മൃഗങ്ങൾ ഒരുപാട് ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചാവണമുണ്ട്. സൂര്യാതപമേറ്റ് തളർന്ന നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ദിവസേന ജില്ലാ മൃഗാശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആടുകളും വളർത്തുനായകളുമാണ് ഏറെ ദുരിതം നേരിടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓമനമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അധികം വെയിലത്തൊന്നും നിർത്താണ്ട് കൂടാണെങ്കിൽ പോലും കൂട്ട് മാക്സിമം തണലത്തേക്ക് മാറ്റുക. 41 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പോലും അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് അതിനേക്കാളും കഷ്ടപ്പാടായിരിക്കും. സൂര്യാഘാത ഭീഷണി ഉള്ളതിനാൽ മൃഗങ്ങളെ പകൽ സമയം തുറസായ സ്ഥലത്ത് അഴിച്ചുവിടരുത് എന്നാണ് നിർദ്ദേശം. എന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മൃഗങ്ങളെ ഉച്ചസമയങ്ങളിലും അഴിച്ചുവിടുകയാണ്. ഇത് തടയാൻ കഴിയാത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകും. സൂര്യാഘാതം മൂലം നിരവധി കന്നുകാലികൾ ചത്തുവീണിട്ടും പകൽ സമയങ്ങളിൽ കന്നുകാലികളെ പുറത്തിറക്കരുതെന്ന നിബന്ധന പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ജലന്ധർ രൂപതയിലെ മലയാളി വൈദികനായ ഫാദർ ആന്റണി മാടശ്ശേരിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ഇയാളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 10 കോടി രൂപയോളം പിടിച്ചെടുത്തു. കന്യാസ്ത്രീയുടെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടുവെന്ന ആരോപണം ഉയർന്ന വൈദികനാണ് ആന്റണി. ജലന്ധർ പ്രതാപ്പുരയിലെ വസതിയിൽ നിന്നാണ് ഫാദർ ആന്റണി മാടശ്ശേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്.
രഹസ്യവിവരത്തെ തുടർന്ന് വൈദിക വസതിയിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ രേഖകളില്ലാത്ത പണം കണ്ടെത്തുകയായിരുന്നു. പഞ്ചാബ് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു റെയ്ഡ്. ഫാദർ ആന്റണി മാടശ്ശേരിയോടൊപ്പം 5 പേരെ കൂടി എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 9,66 ലക്ഷം രൂപ കണ്ടെടുത്തു. പണത്തിന്റെ കണക്കുകളോ രേഖകളോ ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്കായില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ജലന്ധർ രൂപതയിലെ എപ്പിസ്കോപ്പൽ വികാരിമാരിൽ ഒരാളായിരുന്നു ആന്റണി മാടശ്ശേരി. വൈദികന്റെ അറസ്റ്റിനെ കുറിച്ച് ജലന്ധർ രൂപത ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 ഡൽഹി. ജമ്മുകശ്മീരിൽ വീണ്ടും സ്ഫോടനം. CRPF വാഹനവ്യൂഹത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനമുണ്ടായത്. CRPF വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. ആളപായമില്ല. ജമ്മു ഹൈവേയിൽ ബെനിഹാളിലാണ് സംഭവം. സിലിണ്ടർ പൊട്ടിത്തെറിയാണെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം നഗരത്തിലെ തന്ത്രപ്രധാന സ്ഥലത്ത് വീണ്ടും ഡ്രോൺ പറന്നതായി സംശയം. ഇന്നലെ രാത്രി 11:30ഓടെയാണ് സെക്രട്ടേറിയറ്റിന് സമീപത്ത് ഡ്രോൺ കണ്ടതായി വാഹനയാത്രക്കാരൻ പോലീസിനെ അറിയിച്ചത്. വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഡ്രോൺ കണ്ടെത്താനായില്ല. പോലീസ് ആസ്ഥാനത്തും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും ഡ്രോൺ കണ്ടതിനെ സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഭീകരാക്രമണത്തിന് സാധ്യതയുള്ളതായി കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെയാണ് തലസ്ഥാനത്തെ തന്ത്രപ്രധാന ഇടങ്ങളിൽ ഡ്രോൺ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. റവന്യൂ വകുപ്പിലെ വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചു. 5% ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ ഫീസുകൾ വർദ്ധിപ്പിച്ചത് എന്നാണ് സർക്കാർ വിശദീകരണം. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്കുകൾ ബാധകമാവും. റവന്യൂ ഭൂമി വിവിധ ആവശ്യത്തിന് പാട്ടത്തിന് നൽകുന്നതിനുള്ള നിരക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കിഫ്ബിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മസാല ബോണ്ട് പാഷാണത്തിൽ പൊതിഞ്ഞ മധുര പലഹാരമാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. വൻ പലിശ കൊടുത്തു വാങ്ങുന്ന പണം സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മസാല ബോണ്ട് വഴി 2150 കോടി രൂപ കിഫ്ബി സമാഹരിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കാരണം TP ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും. ലാവ്ലിൻ കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ. മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് 3 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടാണ് അപേക്ഷ. മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രന്റെ അഭിഭാഷകനാണ് അപേക്ഷ നൽകിയത്. കേസ് വീണ്ടും മാറ്റിവെച്ചാൽ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുമെന്ന് കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ ക്രൈം എഡിറ്റർ നന്ദകുമാർ പറഞ്ഞു. നന്ദകുമാറിന് വേണ്ടി പ്രശാന്ത് ഭൂഷൺ ഹാജരായേക്കും. പിണറായി വിജയൻ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ CBIയും വിചാരണ നേരിടണമെന്ന ഉത്തരവിനെതിരെ മുൻ ഉദ്യോഗസ്ഥരും നൽകിയ അപ്പീലുകളാണ് കോടതിയുടെ പരിഗണനയിൽ. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രയോഗത്തിൽ വീണ്ടും പുലിവാല് പിടിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ. തരൂർ പ്രയോഗിച്ച സ്ക്യൂമിഷ്ലി എന്ന വാക്കുയർത്തി തരൂരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തീപാറുന്ന തിരുവനന്തപുരത്ത് ഇടതുപക്ഷവും BJPയും. താൻ പ്രയോഗിച്ച വാക്കിന്റെ അർത്ഥം തരൂർ തന്നെ വ്യക്തമാക്കിയതോടെ ഏത് വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് വോട്ടർമാർ. കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളുമായി തരൂർ ഞെട്ടിക്കുന്നത് ആദ്യമായല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാളയം മാർക്കറ്റിലെത്തിയ തരൂരിന്റെ സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്ന പ്രയോഗം ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷവും BJPയും. സ്ക്യൂമിഷ്ലി എന്നാൽ അറപ്പുളവാക്കുന്നവ എന്നാണ് അർത്ഥമെന്ന് എതിരാളികളുടെ വാദം. ഈ പ്രയോഗത്തിലൂടെ മത്സ്യത്തൊഴിലാളികളെ തരൂർ അപമാനിച്ചിരിക്കുകയാണെന്ന് LDF ആരോപിച്ചു. വളരെ തരംതാണ രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് വെറുക്കപ്പെട്ടതാണ് എന്നുള്ള രൂപത്തിൽ ഇതിൻ്റെ മണം, മത്സ്യത്തൊഴിലാളികളുടെ മണം തന്നെ എനിക്ക് വെറുപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തരൂരിനൊപ്പമായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരമേഖല. അതുകൊണ്ടുകൂടിയാണ് വിവാദം ഇടതുപക്ഷവും BJPയും ഒരുപോലെ ഏറ്റുപിടിച്ചതും. എന്നാൽ സ്ക്യൂമിഷ്ലി എന്നാൽ സത്യസന്ധനായ, നിഷ്ഠയുള്ള എന്നാണ് അർത്ഥമെന്ന് തരൂരിന്റെ നിലപാട്. താൻ പ്രയോഗിച്ചത് സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എന്നാണെന്നും അതിനർത്ഥം സത്യസന്ധനായ അല്ലെങ്കിൽ നിഷ്ഠയുള്ള സസ്യബുക്ക് എന്നതാണെന്നും വിശദീകരിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂർ. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സമൂഹമാധ്യമങ്ങളിലും സ്ക്യൂമിഷ്ലി വിവാദം കൊഴുക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ലൂസിഫറിന്റെ ആവേശം തിയേറ്ററുകളിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും. ലൂസിഫർ തരംഗമാണ്. സിനിമ റിലീസായതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ ലൂസിഫർ പോസ്റ്ററുകളും നവമാധ്യമങ്ങളിൽ വൈറലായി. വിന്റേജ് ജീപ്പിൽ മുണ്ടുടുത്തു വന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി. സിനിമ റിലീസായതിനു പിന്നാലെ അതേ ലുക്കിൽ മാസ് എൻട്രിയുമായി സ്ഥാനാർത്ഥികളും.
ആദ്യമിറങ്ങിയത് ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പോസ്റ്റർ. ജീപ്പിലെ നെടുമ്പള്ളി മാറ്റി ആലപ്പുഴയെന്നാക്കി. തലതിരിച്ചെഴുതിയ ലൂസിഫർ എന്നത് അതേ മാതൃകയിൽ ആരിഫ് എന്നും. അധികമായി പോസ്റ്ററിൽ ചേർന്നത് വോട്ട് ഫോർ LDF എന്ന് മാത്രം. സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായതോടെ പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി MB രാജേഷും ലൂസിഫർ ലുക്കിലെത്തി. വൈകിയാണെങ്കിലും കോൺഗ്രസും ലൂസിഫറുമായി കളത്തിലിറങ്ങി. പക്ഷേ ലൂസിഫർ ലുക്കിലെത്തിയത് കേരളത്തിലെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണെന്ന് മാത്രം. BJPയും ലൂസിഫറിനെ വിട്ടില്ല. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ ലുക്ക് ഇങ്ങനെ. നേരത്തെ ഞാൻ പ്രകാശൻ ലുക്കിൽ ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് എത്തിയത് ഏറെ ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി ഒറ്റ സിനിമാ പോസ്റ്ററുകളും പാർട്ടികളും സ്ഥാനാർത്ഥികളും വിടാൻ വഴിയില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.